സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ മാരാരിക്കുളത്ത് താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ ഉൾപ്പെടെ 3 അംഗ സംഘം കൊക്കൈനുമായി പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ്, ബിടെക് ബിരുദധാരി അമൽ, എബ്രഹാം മാത്യു എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. 20 ഗ്രാം കൊക്കൈനും LSD സ്റ്റാമ്പുകളുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ലഹരി സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, 2 കാര്യമാണ് പ്രധാനമായി അറിയേണ്ടത്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ ലഹരിയുമായി പിടിയിലാകുന്നത്. ഇയാൾക്ക് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോയെന്ന് അറിയണം. അതോടൊപ്പം എന്ത് നടപടിയാണ്, വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഇയാൾക്കെതിരെ സ്വീകരിക്കേണ്ടതല്ലേ? അത്തരത്തിൽ വകുപ്പ് തല നടപടി ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പിടിയിലായ സജീഷ് നേരത്തെ തന്നെ കൈക്കൂലി കേസുകൾ അടക്കമുള്ള കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ളതാണ്. വിജിലൻസ് കേസിൽ നേരത്തെ വിജിലൻസ് കേസിൽ സർവീസ് തല നടപടി നേരിട്ടുള്ള ആളും കൂടിയാണ്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് അതായത് 6:30 ശേഷമാണ്. ഈ മാരാരിക്കുളം പോലീസിന്റെ ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം ഈ ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായി തുടങ്ങിയിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങളായി ചിലർ ചേർന്ന് ഈ മാരാരിക്കുളത്തെ റിസോർട്ടിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് സംഘത്തിൽ ലഭ്യമായത്. ഡാൻസ് ഓഫ് ടീം ഇവരെ കുറെ ദിവസമായി നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ 6:30 റെയ്ഡിൽ ഇവരെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഈ സജീഷിനെ കൂടാതെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അമൽ, 26 വയസ്സാണ് പ്രായം, ഒപ്പം തന്നെ എബ്രഹാം മാത്യു എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് ലഭ്യമായത് 20 ഗ്രാം കൊക്കൈനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിൽ മാരക ലഹരി വസ്തുക്കളാണ് ഈ നെറ്റിൽ ട്രീസ് എന്ന റിസോർട്ടിൽ വെച്ച് ഇവർ ഉപയോഗിച്ചത്. മാത്രമല്ല ഇവര് സാമ്പത്തികമായി, അതായത് ചെന്ന ഉദ്യോഗസ്ഥരോട് പണമടക്കം നൽകുന്ന രീതിയിലുള്ള വലിയ ഓഫറുകൾ ഇവർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വെച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പറയുന്ന പണം നൽകാമെന്നുള്ള രീതിയിൽ ആണ് ഇവർ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഓഫറുകൾ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്ര സാമ്പത്തികമായി സുരക്ഷിതത്വം ഉള്ള ആളുകളാണ് ഇവരെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അത്തരമൊരു പ്രത്യേകിച്ച് സജീഷ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾക്ക് ഇത്രമാത്രം ഒരു പണം പോലീസ് സംഘത്തിന് ഓഫർ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകുന്നു. രണ്ടാമത്തത് അത്തരത്തിൽ പണം നൽകാമെന്ന് പറയുകയും ചെയ്തു. ലക്ഷങ്ങളാണ് ഇയാൾ പറഞ്ഞതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള പണത്തിന് ധനസമ്പാദനത്തിലുള്ള മാർഗം എന്താണ് എന്നുള്ളത് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നു. ഈ നേരത്തെ തന്നെ കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ ആളാണ് ഇയാൾ എന്നുള്ളതാണ്. സജീഷ് കൂടാതെ ഈ നെറ്റിൽ ട്രീസ് എന്നുള്ള ഈ റിസോർട്ട് കോട്ടയം സ്വദേശിയായ എബ്രഹാം മാത്യു വാടകയ്ക്കെടുത്താണ് നടത്തുന്നത്. ഈ റിസോർട്ട് കേന്ദ്രീകരിച്ച് നേരത്തെയും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ തന്നെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. അതിനിടയിലാണ് ഇവര് 3 പേരും ഒരുമിച്ച് കൂടിയത് ട്രേഡിങ്ങിനാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടി ഈ 3-4 ദിവസമായി ഇവരവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വലിയ ഡ്യൂട്ടി കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സമയത്താണ് ഒരു അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ 3-4 ദിവസമായി അവിടെ ആ റൂമിൽ ട്രേഡിംഗ് എന്ന പേരിലും പറഞ്ഞ് മുറിയെടുത്ത് ഒപ്പം തന്നെ കൊക്കൈൻ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്നതാണ്. ഇയാൾക്ക് എന്ത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്തായാലും ഇവർക്ക് കൊക്കൈൻ എങ്ങനെ പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം ശരണ്യ, ഇതെങ്ങനെയാണ് ഇവർ കൊക്കൈൻ എത്തിച്ചതെന്ന് അറിയണം. കാരണം വിമാനമാർഗമാണ് കൊക്കൈൻ കൊണ്ടുവന്നതെന്നാണ് പ്രതികളുടെ ഒരാളുടെ മൊഴി. പക്ഷെ അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇവർക്ക് ലഹരി എത്തിച്ചത് ആരാണ്? ഈ ലഹരി മാഫിയയിൽ കൂടുതൽ ആളുകളുണ്ടോ? ലഹരി വിൽപ്പനയിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? ഇവർക്ക് കൊച്ചി കേന്ദ്രീകരിച്ച് നല്ല കോണ്ടാക്ടുകൾ ഈ കാര്യത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. ഡാൻസ് ഓഫ് ടീമിന് ഇപ്പോൾ നൽകിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും വിമാനമാർഗം അമലാണ് ഇത്തരത്തിൽ കൊക്കൈൻ ഇവിടേക്ക് കൊണ്ടുവന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി വന്ന ആ പരിശോധനകൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. അമൽ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി
വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതേ ദിവസങ്ങളിൽ തന്നെയാണ്, അമലൊക്കെ എത്തിച്ചേർന്ന അതേ ദിവസങ്ങൾ തന്നെയാണ് ഈ റിസോർട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന എബ്രഹാം മാത്യു എന്ന കോട്ടയം സ്വദേശി ചെന്നൈയിൽ നിന്ന് കാർ മാർഗം റോഡ് മാർഗം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ എബ്രഹാം മാത്യു ആണോ ഇത് കൊണ്ടുവന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. മാത്രമല്ല ഈ സജീഷ് ഇവരെല്ലാവരും തന്നെ നിരവധി കാലമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 20 ഗ്രാം കൊക്കൈൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാച്ചാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. മണ്ണഞ്ചേരി പോലീസും ഒപ്പം തന്നെ ഡാൻസ് ടീമും ചേർന്ന് ഒരുമിച്ചാണ് പിടിച്ചത്. ഇവരുടെ കയ്യിൽ നിന്ന് കൊക്കൈൻ പിടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ കയ്യിൽ LSD സ്റ്റാമ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ LSD സ്റ്റാമ്പും കൊക്കൈനും കൂടാതെ തന്നെ ലഹരി ഗുളികകൾ കൂടി, ടാബ്ലറ്റുകൾ കൂടി ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ ഇവര് കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ അവിടെ ഈ റൂം എടുത്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ റിസോർട്ടിൽ നിരവധി ആളുകൾ വരാറുണ്ട്. മറ്റ് ആ സമയത്ത് പോലീസ് റെയ്ഡെടുത്ത സമയത്തും ഒക്കെ അവിടെ ചെക്ക് ഇൻ ചെയ്യാനായി ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വിതരണം നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല കൊച്ചിയിലെ സിനിമാ മേഖല, ഒപ്പം തന്നെ കൊച്ചിയിലെ ഡ്രഗ് കോണ്ടാക്റ്റുകൾ, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടാക്റ്റുകൾ ഇവർക്കുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സജേഷ് എറണാകുളം കേന്ദ്രീകരിച്ച് ജോലി ചെയ്ത ആളാണ്. അവിടെ ജോലി ചെയ്ത സമയത്ത് തന്നെ സർവീസിൽ പല അപകീർത്തികരമായ കാര്യങ്ങൾക്കും ഇയാൾ പോലീസ് കേസ് അടക്കം, വിജിലൻസ് കേസ് അടക്കം വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ പോലീസ് ഇത് നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഈ അഴിമതി കേസിലടക്കം പ്രതിയായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വീണ്ടും മറ്റൊരു കേസിൽ, ലഹരി കേസിൽ പിടിയിലാകുന്നു. അതീവ ഗുരുതരമായ കുറ്റകൃത്യം. ഇയാൾക്കെതിരെ അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഇതുവരെയും അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം കേസിൽ ഇപ്പോൾ 1-ാം പ്രതിയായി പിടിച്ചിരിക്കുന്നത് ഈ എബ്രഹാം മാത്യുവിനെയാണ്. അതായത് റിസോർട്ട് ലീസിനെടുത്താണ് എബ്രഹാം മാത്യു നടത്തുന്നത്. അത്തരത്തിൽ ആ എബ്രഹാം മാത്യു ആണ് കേസിൽ 1-ാം പ്രതി. 3-ാം പ്രതിയാണ് സജീഷിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇവർ 3 പേര് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മുറിയിൽ നിന്ന് ലഹരി പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8 ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ചോദ്യം ചെയ്യൽ ഇവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ലഹരി ഉപയോഗിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ ഇവര് പിടിച്ച ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ, റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ ഈ പണം നൽകാമെന്നൊക്കെ, വലിയ തുക നൽകാമെന്നൊക്കെ ഓഫർ ചെയ്യുമ്പോൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതി അതല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇവര് ഈ രീതിയിൽ ലഹരി ഉപയോഗം മാത്രമാണോ അതോ ലഹരി വിൽപ്പനയുടെ ഇടനിലക്കാരായി ഇവർ നിൽക്കുന്നുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. 20 ഗ്രാം കൊക്കൈൻ എന്ന് പറയുമ്പോൾ കൊക്കൈൻ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ക്യാച്ചാണ്, നമുക്കറിയാലോ. അത് അത്രയും ക്വാണ്ടിറ്റി അതിനകത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായും ഇവർക്ക് മാത്രമാണോ അത് വേറെ മറ്റാളുകളിലേക്ക് ഇവർ വിൽപ്പനയ്ക്കുണ്ടോ എന്നുള്ളത്, റിസോർട്ട് കേന്ദ്രീകരിച്ച അത്തരത്തിൽ, മാരാരിക്കുളം കേന്ദ്രീകരിച്ച അത്തരത്തിൽ ഒരു വിൽപ്പന ഉണ്ടോ എന്നുള്ളതും ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവർ അത്ര കണ്ട് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ മണ്ണഞ്ചേരി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഒരുപക്ഷെ മറ്റ് ശൃംഖലകളിലേക്ക്, നമുക്കറിയാം ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെ മാരാരിക്കുളത്തു നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് മാരാരിക്കുളത്ത് റിസോർട്ടിൽ നിന്നാണ് പിടികൂടിയത്. അന്ന് ഇത്തരത്തിൽ കോടികൾ വിലമതിക്കുന്ന കഞ്ചാവിന്റെ ഉപഭോക്താക്കളായി, അല്ലെങ്കിൽ അത് വാങ്ങാൻ ആയി ആലപ്പുഴയിലേക്ക് ആളുകൾ എങ്ങനെ എത്തുന്നു, പ്രത്യേകിച്ച് മാരാരിക്കുളത്തേക്ക് എങ്ങനെ എത്തും, മാരാരിക്കുളം കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ ഇതിന്റെ ഒരു വിപണി എന്താണ് എന്നുള്ള ചോദ്യം എല്ലാവരിലും ഉയർന്നു വന്നിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കൊക്കൈനും മാരാരിക്കുളത്തിന് പിടികൂടിയിട്ടുള്ളത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മാരാരിക്കുളത്താണ് സർക്കാർ ഉദ്യോഗസ്ഥരും ബിടെക് ബിരുദധാരിയും ഉൾപ്പെടെ 3 പേരെ ലഹരിയുമായി ഇന്നലെ പോലീസ് പിടികൂടിയത്.